ഓം അഗത്തീശ്വരായ നമ. എല്ലാവർക്കും വണക്കം. ഞാൻ വിനയൻ ഗുരുക്കൾ. ആർക്ക് വരുമാനം വന്നിട്ടും കയ്യിൽ നിൽക്കുന്നില്ല, ഇത് എങ്ങനെ ജാതകം നോക്കി അറിയാൻ സാധിക്കും? വളരെ സിമ്പിളാണ്. നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം കേട്ടോ. അതിനുമുമ്പ് ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഈ ചാനൽ കാണണമെങ്കിൽ ഈ ചാനലിൽ 400-ലധികം വീഡിയോകളുണ്ട്. എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠങ്ങളാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതിന്റെ കണ്ടിന്യൂഷൻ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലായില്ലെങ്കിൽ മുന്നേ മുതലുള്ള വീഡിയോകൾ പോയി കാണുക. ഇതില് വരുമാനം വരുന്നുണ്ട്, പക്ഷെ ചെലവായി പോകുന്നു. വരുമാനം 2-ാം ഭാവം, 11-ാം ഭാവവും വരുമാനമാണ്. ചെലവ് 12-ാം ഭാവം. ഇതൊക്കെ വിശദമായിട്ട് നോക്കേണ്ടതാണ്. എന്നാൽ പെട്ടെന്ന് നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി കാരകനെ കൂടി നോക്കണം എന്ന് പറയും. കാരകർ നിങ്ങളുടെ ജാതകത്തില് ശുക്രൻ നല്ല വരുമാനത്തെ കാണിക്കുന്നതാണ്. അതായത് വരുമാനം അല്ലെങ്കിൽ ധനത്തെ കാണിക്കുന്നതാണ്. ഗുരുവും അപ്രകാരം തന്നെ. നിങ്ങളുടെ ജാതകത്തില് ശുക്രനോട് കൂടിയോ ഗുരുവിനോട് കൂടിയോ കേതു നിൽക്കുന്നുണ്ടെങ്കിൽ, അതായത് ശുക്രനും ഒരു ഘട്ടത്തില് ശുക്രൻ പ്ലസ് കേതു ഏതെങ്കിലും ഒരു രാശിയിൽ ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശുക്രൻ പ്ലസ് രാഹുവും വരാം. ഞാനിവിടെ കേതുവിനെ, ഇതിന്റെ ഈ ശുക്രൻ പ്ലസ് രാഹു എന്നുള്ള വേറൊരു ഫലമാണ്. അതാണ്, അതിലേക്ക് പോകുന്നില്ല. ഇവിടെ പറഞ്ഞത് ശുക്രൻ പ്ലസ് കേതു, ഗുരു പ്ലസ് കേതു ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഗുരുവിന്റെയോ കേതുവിന്റെയോ അല്ലെങ്കിൽ ശുക്രന്റെയോ കേതുവിന്റെയോ അപഹാരം അല്ലെങ്കിൽ ദശയാണ് നടന്നുകൊണ്ടിരിക്കണമെങ്കിൽ വരുമാനം വരാം, പക്ഷെ ചെലവായി പോകാനുള്ള സാധ്യതയുണ്ട്. ഈ സമയത്തായിരിക്കും നിങ്ങൾ ഏതെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ ഏതെങ്കിലും ഡിപ്പോസിറ്റിലൊക്കെ കൊണ്ടുപോയിട്ട് പണം നിക്ഷേപിക്കുന്നത്. ചിലർക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയും വരും. അപ്പൊ നിങ്ങളുടെ ജാതകത്തിൽ ഇത്തരത്തിലുള്ള ഗ്രഹ കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് കൊണ്ടുപോയി ഡിപ്പോസിറ്റ് നടത്തുന്നത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ട്രേഡ് നടത്തുമ്പോൾ, സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡിങ് നടത്തുമ്പോഴും ശ്രദ്ധിക്കണം. അപ്പൊ ഇന്നത്തെ വിഷയം ഇതായിരുന്നു. ആർക്ക് വരുമാനം വരും, അതുപോലെ ചെലവാകും, ഈ കോമ്പിനേഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഇത് ഉണ്ടെങ്കിൽ, വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ചെലവാവാനുള്ള വഴികൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കാതെ ഇരിക്കുക. ഇതിൽ പ്രധാനമായിട്ടും 2-11 ഭാവങ്ങളായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പണം വരും. 12-ാം ഭാവമായിട്ട് കണക്ഷൻ ഗ്രഹങ്ങൾക്ക് കൂടുതലുണ്ടെങ്കിൽ ചെലവും കൂടുതലായിരിക്കും. അപ്പൊ ഇന്നേക്കത്തിലുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗത്തീശ്വരായ നമഃ.